UDF പ്രവർത്തകരെ സംബന്ധിച്ച് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ദിവസമായിരുന്നു ഇന്നലെ. അവരുടെ 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അവർ ആഗ്രഹിച്ച ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് അതിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി ആളുകൾ തിരുവനന്തപുരത്തേക്ക് എത്തിയിരുന്നു. അതിൽ നടിയായ റിനി ആൻഡ് ജോർജും ഉണ്ടായിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിയപ്പോൾ നടിയായ റിനി ആൻഡ് ജോർജ് ഇപ്പൊ ന്യൂസ് ആയിട്ടുണ്ട്. ചേച്ചി വന്നത് ഇപ്പൊ ന്യൂസ് ആയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ, ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. നേരത്തെ പറഞ്ഞതാ UDF വരുമെന്നാണ് കേൾക്കുന്നത്. സ്വന്തമായിട്ട് അഭിപ്രായമൊന്നും ഇല്ലായിരുന്നല്ലോ നിനക്ക് നേരത്തെ. നിക്ക്, ഇന്നലെ അവിടെ ഒരു പോസ്റ്റ് കിടന്ന് വൈറലായി. ഇന്ന് അവിടെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്ന് വായിച്ചു തരാം. എന്നിട്ട് കുറച്ച് വീഡിയോസുകളും കാര്യങ്ങളും ഉണ്ട്. ആരും സ്കിപ്പ് ചെയ്യരുത്. അങ്ങനെ സാമ്പിൾ വേണമെങ്കിൽ അതൊക്കെ കാണിച്ചു തരാം. ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ സ്റ്റാറുടെ പരിപാടിക്ക് പോയതൊക്കെയാണ്, ഞാൻ പറയാം. ഓക്കെ, എന്തായാലും ചേച്ചിയുടെ പോസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരാം. പിന്നെ സബ്ബ് ആരും ചെയ്യുന്നില്ല. സബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇവിടെ വെറുക്കുന്നവർ മാത്രമായിട്ടൊന്ന് ലൈക്ക് അടിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ 3000 പേര് ഇപ്പോൾ ലൈക്ക് അടിച്ചിട്ടുണ്ട്. അത് പോരാ. 10-50,000 കാണുന്നിടത്ത് 3000 ഉള്ളൂ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു 10-30,000 പേര് വേണം, എന്നാലേ എനിക്കൊരു സമാധാനം ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു വാചകത്തിലാണ് എന്താ പറയുക, അവിടെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കോൺഗ്രസ്സുകാരും അല്ല കൂവിയെ എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. എൻ്റെ പൊന്നു റിനി, ഒരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ. ഒരു കോൺഗ്രസ് പാർട്ടിയിലും സ്ഥാനമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഞാനാണ് നിനക്കെതിരെ വീഡിയോ ഇടുന്നത്. അതും കൂടെ മോളത്ത് കരുതുന്നത് നല്ലതായിരിക്കും. കോൺഗ്രസ്സുകാരങ്ങനെ ചെയ്യില്ലെന്ന്. ഇവിടെ നട്ടലുള്ള കോൺഗ്രസ്സുകാർ നിന്നെ പോലുള്ളവന്മാരെ അടിച്ചോടിക്കാനേ ശ്രമിക്കത്തുള്ളൂ. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പോസ്റ്റിലോട്ടൊന്ന് പോവാം. റിനി ആൻഡ് ജോർജ് മെയ് 18, 2026. എൻ്റെ ജീവിതത്തിലെ മനോഹരമായ ഒരു ദിനം. ഞാൻ MLA എന്ന സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന വ്യക്തി കേരളത്തിൻ്റെ CM ആയ ദിവസം. എൻ്റെ കുഞ്ഞു കരഞ്ഞു. എൻ്റെ സ്വപ്നസാക്ഷി കൂടി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദം. വേദിയിൽ നിന്ന് തന്നെ ആ ചിത്രമുഹൂർത്തം കൺകുളിർക്ക് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഇവിടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷവും. നേരത്തെ എന്തുവായിരുന്നു പറഞ്ഞത്? എൻ്റെ സ്വപ്നം സാക്ഷാത്കാരം കൂടെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദം. മെടുക. ഈ അടുത്ത സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. VD സതീശൻ പോലും സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്ലിപ്പ് കിട്ടിയിട്ടില്ല. അത് കിട്ടിയാൽ ഞാൻ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് വെച്ച് തന്നേക്കാം. ഓക്കെ, ഞാൻ ബാക്കിയും കൂടെ വായിക്കാം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷം. ഒരുപാട് ദേശീയ നേതാക്കൾ അടുത്തു കാണാനും സംസാരിക്കാനുമുള്ള അവസരം ലഭിച്ചു. ഇതെല്ലാം കണ്ണുകടി ഉണ്ടായ ചില കുലം കുത്തികൾ ഓരിയിട്ടു. ഓക്കെ, അതിനെ ഞാൻ ഹർഹിക്കുന്നവയോടെ അപ്പോൾ തന്നെ അവഗണിക്കുകയും ചെയ്തു. അവർ കോൺഗ്രസ്സുകാരാണെന്ന് ഞാൻ കരുതിയില്ല. കാരണം കോൺഗ്രസ്സുകാർ അത്രയും സ്നേഹ വായ്പയോടെയാണ് എന്നോട് പെരുമാറിയത്. കോപ്പാണ് എന്നോട് പെരുമാറിയത്. ഓക്കെ, ബാക്കി കൂടെ വായിക്കാം. അത് ചെറിയൊരു ഇതാണ്. പ്രതിജ്ഞയ്ക്ക് വന്ന എന്നെ കോൺഗ്രസ്സുകാർ ആട്ടി ഓടിച്ചു എന്ന് പറയുന്നവർക്കായി ചടങ്ങിൽ സന്നിധനായിരുന്ന തെലുങ്കാന മുഖ്യമന്ത്രി രേവത് റെഡ്ഡിക്ക് ഒപ്പമുള്ള എൻ്റെ ചിത്രം പങ്കുവെക്കുന്നു എന്നും പറഞ്ഞിട്ട് രേവത് റെഡ്ഡിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ്സുകാരല്ലേ ഇവിടെ കൂവി വിളിച്ചെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാർ തന്നെയാണ് നിന്നെ കൂവി വിളിച്ചത്, ആട്ടി തുപ്പാനും ശ്രമിക്കുകയൊക്കെ ചെയ്തത് കോൺഗ്രസ്സുകാരാണ്. ഇപ്പൊ നിനക്കെതിരെ വീഡിയോസ് വിടുന്നത് എല്ലാം കോൺഗ്രസ്സുകാർ തന്നെയാണ്. കാരണം എന്താണ്? ഡബിൾ സ്റ്റാൻഡ്. നിന്നെ പോലുള്ള പല പറക്കാത്തവളുമാര് കാണിക്കുന്ന ഓരോ തോന്നിവാസം എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇതിന്റെ പേരിൽ എന്ത് വന്നാലും ഒരു ചുക്കുമില്ല എനിക്ക്. അത് പറയാൻ എനിക്കൊരു മടിയുമില്ല. റിനി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയുടെ കള്ളങ്ങൾ ഓരോ ദിവസം വന്ന് പറയുന്ന ഓരോ വാചകങ്ങളാണെങ്കിൽ പോലും ഡബിൾ അല്ല, ട്രിപ്പിൾ അല്ല, മറ്റേതല്ല, മറിച്ചല്ല, കുറെ സ്റ്റാൻഡുകളുണ്ട് ഇവർക്ക്. ഇതാണ് ഞാനൊരു വീഡിയോ കൂടെ വെക്കാം. ഇലക്ഷന് മുമ്പാണുള്ളതാണ് കേട്ടോ. ഇലക്ഷന് കുറച്ച് ദിവസം മുമ്പാണ്. UDF വരുമെന്നാണ് കേൾക്കുന്നത്. നീ ബാക്കി പറ. സ്വന്തം നാട്ടുകാരുടെ അയൽവക്കക്കാരനായ നമ്മുടെ VD സതീശൻ സാറ് മന്ത്രി ഒന്നും അറിയില്ല. നിനക്കറിയത്തില്ല 10-25 വർഷം നിങ്ങളുടെ മണ്ഡലത്തിൽ വികസനം നടത്തിയ ഒരു വ്യക്തി അല്ലെങ്കിൽ പറയുന്ന VD സതീശൻ. അപ്പൊ അവക്കൊന്നും അറിയത്തില്ല എന്നുള്ള രീതിയിലുള്ള സംസാരം. ഇവള് ഇലക്ഷന് തൊട്ട് മുമ്പുള്ള സമയത്ത് അവിടെയും ഇവിടെയും നിന്ന് സംസാരിച്ച ഒരു വ്യക്തിയാണ്. കോൺഗ്രസിലും കാരണം ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ അങ്ങോട്ട് പോകാം, LDF കോൺഗ്രസ് ആണെങ്കിൽ ഇങ്ങോട്ട് വരാം. ആ ഒരു സ്റ്റാൻഡിൽ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ബാക്കിയും കൂടെ വെക്കാം.
പറവൂരുകാരിയാന്ന് പറയുന്നത്. ശരിക്കും പറവൂരിന്റെ എന്തെങ്കിലും ഇതിനു മുമ്പ് ഒരാഴ്ച മുമ്പ് ഒരു വീഡിയോക്കകത്ത് ഇവള് സതീശന്റെ കാര്യം പറയുമ്പോൾ ആരും ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ അവള് സംസാരിച്ചത്. കോൺഗ്രസിനെ കുത്തി സംസാരിക്കുന്ന പോലെ, കോൺഗ്രസ് കാലുവാരി എന്നുള്ള രീതിയിൽ അവള് സംസാരിച്ചത് നൈസായിട്ട്. ആ ഒരു വീഡിയോ കിട്ടിയായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോഴത്തെ ഡബിൾ സ്റ്റാൻഡ് നല്ല രീതിയിൽ നിങ്ങൾക്ക് അല്ല, ഓൾറെഡി നിങ്ങൾക്ക് സത്യാവസ്ഥ അറിയാമല്ലോ. ഇപ്പൊ ഈ ഒരു വാചകങ്ങൾ കേൾക്കുമ്പോൾ തന്നെ പുള്ളിക്ക് ചില കാര്യങ്ങൾ പറയാൻ പോലും മടിയുണ്ട്. എന്തുകൊണ്ട്? കാരണം ഭരണം ഇനി അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതം കോഞ്ഞാട്ടയായി പോകില്ല. കാരണം അവിടെ അച്ഛൻ നല്ല ഒന്നാം തരം CPM കാരനും കൂടെ. അതാകുമ്പോൾ ഏത് രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കാം അവർക്ക്. മാറ്റം വന്നിട്ടുണ്ട്. 10-25 കൊല്ലം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ഒരുപാട് വികസിച്ചു, വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതൊന്നും പറയാം. ഒരുപാട് വികസനങ്ങളുണ്ട്. എവിടെയാണ് പറവൂര് മെയിൻ ഹോസ്പിറ്റലുകള് ടൗണൊക്കെ എടുത്ത് ഞാൻ അന്ന് ഇന്നും പഴയ ആ ഒരു രീതിയിൽ തന്നെയാണ് പറവൂർ ഇപ്പോഴും കിടക്കുന്നത്. ഒരു വികസനം ഞങ്ങൾ കണ്ടിട്ടില്ല. അല്ല, റിനി എന്തിലാണ് വികസനം വന്നു എന്ന് പറയുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാലഘട്ടത്തിൽ വരുന്ന കുറെ ചേഞ്ചസ്, കുറെ വ്യവസായങ്ങള്, കുറെ സംരംഭങ്ങള്, അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. എന്ത് വ്യവസായമാണോ? അങ്ങനെ ഇല്ല. അവിടെ ചിരി കണ്ടില്ലേ? UDF അനുഭാവിയാണോ അതോ മറ്റേതാണോ മറിച്ചാണോ നോക്കുമ്പോൾ ഇവക്കൊരു സ്റ്റാൻഡ് ഇല്ല. പറയുന്നത് മനസ്സിലാക്കണം. ഓക്കെ, വേറൊരു വീഡിയോ കൂടെ ഉണ്ട്. ഞാൻ ഇവള് കമ്മ്യൂണിസ്റ്റുകാരുടെ പരിപാടിക്ക് പോയത്. അതിന് മുമ്പ് വേറൊരു ക്ലിപ്പ് കൂടെ വെച്ചിട്ട് ഞാൻ അതും കൂടെ വെച്ച് വെക്കാം. നിങ്ങൾ മനസ്സിലാക്കണം കുറെ ആൾക്കാര്. വീഡിയോ സജീഷനെ വിളിച്ചു. പുള്ളി അങ്ങോട്ടും വിളിച്ചിട്ടില്ല, ഞാൻ ഇങ്ങോട്ടും വിളിച്ചിട്ടില്ല. ഓക്കെ, അവർക്കൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇവൾ ഇതിൽ നിന്ന് നല്ല രീതിയിൽ പ്രതികാരം തീർക്കാനുള്ള ഉദ്ദേശം ഉണ്ടെന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഇവള് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പരിപാടിക്ക് ഇറങ്ങി തിരിച്ചായിരുന്നു. എന്തോ പെൻസുരക്ഷയോ ഏതാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരിക്കുന്ന ടീംസിനൊക്കെ ഒരുപാട് ആരോപണങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതിനകത്തൊരു മന്ത്രി മേഡം ഉണ്ടായിരുന്നു. ആ മേഡത്തിനും പിന്നെ വേറൊരു സാറുവിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് അവസാനം ഫേക്കാണ്, അങ്ങനാണ്, മറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന റിനിയെ കൊണ്ടുവന്ന് ആ സമയത്ത് രാഹുലിന്റെ വിഷയങ്ങളൊക്കെ നല്ല രീതിയിൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന സമയം കൂടാ. ഞാൻ ആ ഒരു വീഡിയോ വെച്ചുതരാം. റെനിക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി കൊടുത്തു. റെനിയെ, ഞങ്ങൾ നിങ്ങളുടെ പിന്നിലുണ്ട്, നിങ്ങൾ ഇതുമായി മുന്നോട്ട് പൊക്കോളൂ എന്ന് പറയാൻ റെനിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു വേദി കൊടുത്തില്ല എന്ന് മാത്രമല്ല, അവളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ ആ പെൺകുട്ടിയെ, അവളുടെ ലൈംഗികതയെ, അവളുടെ ഡ്രസ്സിനെ, അവളുടെ ചിരിയെ, അവളുടെ സംസാരത്തെ, അവളുടെ നിറത്തെ, കൊലത്തെ എല്ലാം നോക്കി സ്മാർത്ത വിചാരം ചെയ്യുന്ന ചില തോന്നിയവാസികൾ ഒരു കൂട്ടമായി ആ പ്രസ്ഥാനത്തിനകത്തുണ്ട്. റിനിയെ കൂടി സ്വാഗതം ചെയ്യാണ്. റിനിയെ പോലുള്ള സ്ത്രീകൾ ഞങ്ങളോടൊപ്പം ചേരണം, ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേരണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് എനിക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാട്ടോ. എങ്കിലും തിരിച്ചറിവുണ്ടാകുന്ന സമയം ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന നേതാക്കന്മാർ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവൾ കോൺഗ്രസ്സുകാരിയായിട്ടാണ് അവിടെ ചെന്നിരിക്കുന്നത്. കോൺഗ്രസ്സുകാരിയായിട്ടാണ് റിനി അവിടെ ചെന്നെടുത്തതും. അതായത് പെണ്ണുങ്ങളുടെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വരുന്നത്, ഏത് പാർട്ടി വിളിച്ചാലും ഞാൻ പോകും എന്നും പറഞ്ഞിട്ടാണ് റിനി അവിടെ വന്നത്. അത് അവരുടെ സ്പീച്ച് കേൾക്കുമ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു കോൺഗ്രസ്സുകാരി എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അവർക്ക് അവരുടെ പാർട്ടിയിലോട്ട് വരാം. കാരണം ഇവിടുത്തെ പെണ്ണ് പിടിയന്മാരൊക്കെ ആണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് നൈസായിട്ട് ക്ഷണം കൊടുക്കുന്നുള്ള രീതിയിലൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഇനി ചേച്ചിയുടെ പ്രസംഗമൊക്കെ ഒന്ന് കേട്ടെ. സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം, ധാർമ്മികതയോടെ അവർ മുന്നോട്ട് പോകണം എന്നൊരു കാര്യം മാത്രമാണ് ഞാൻ പങ്കുവെക്കാൻ ശ്രമിച്ചത്. പേര് പറയുകയോ പ്രസ്ഥാനത്തിന്റെ പേര് പറയുകയോ ഒന്നും ചെയ്യാതെ തന്നെ എനിക്ക് നേരെ വൻ തോതിലുള്ള അതിഭയാനകമായ ഒരു സൈബർ ആക്രമണമാണ് പിന്നീട് പൊട്ടിപ്പുറപ്പെട്ടത്. പേര് പോലും പറയാനുള്ള ധൈര്യം നീ കാണിച്ചില്ല. എന്തുകൊണ്ട് കാണിച്ചില്ല? നീ എല്ലാം ഇട്ട് കൊടുക്കുകയായിരുന്നു. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അത് മനസ്സിലായി. രാഹുൽ മാങ്കൂട്ടം ആണെന്ന് ആണ് എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് നീ അറിഞ്ഞ് മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് നീ കുറെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും നിനക്ക് പേര് പറയാനുള്ള ധൈര്യം ഇല്ലായിരുന്നു. ഇത്രേ ഉള്ളൂ. ഇവിടെ എപ്പോഴാണ് ഒതുങ്ങിയെന്നറിയാം. രാഹുൽ മാങ്കൂട്ടം വന്നിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തു. ആ ഒരു ഇന്റർവ്യൂ കൊടുത്തതിന് ശേഷം പുള്ളിക്കാരി ഒതുങ്ങി, ശരിക്കും ഭയക്കുന്നുണ്ടായിരുന്നു. പല കാര്യങ്ങളും രാഹുലിന്റെ കയ്യിലുണ്ട് എന്നുള്ള രീതിയിൽ ചില സംസാരങ്ങൾ വന്നപ്പോഴത്തേക്ക് ചേച്ചി അങ്ങ് ഒതുങ്ങി ഒരു മൂലക്കിരുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഇവളെ സ്ഥിരം രാഹുലിനെ വിളിക്കുമായിരുന്നു. രാത്രി 12 മണിക്ക് രാഹുലിനോട് ചാറ്റ് ചെയ്യണം, സീക്രട്ട് ചാറ്റ്, അങ്ങനെ മറ്റേതാ മറിച്ചതാന്നും പറഞ്ഞ് ഇവിടെ പോകുമായിരുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ട്. ശ്രീനാദേവി കുഞ്ഞമ്മയാന്ന് തോന്നുന്നു ആ കാര്യങ്ങളെല്ലാം പുറത്തു വിടുകയൊക്കെ ചെയ്തത്. പറയുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയണമല്ലോ. എന്നെ കുറിച്ച് പറയാത്തതായി ഒന്നും തന്നെ ബാക്കിയില്ല. അത്രയധികം മോശമായ കാര്യങ്ങളാണ് എന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുപോലല്ലേ കാട്ടി കൂട്ടിയതൊക്കെ. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞപ്പം ഈ ഒരു സ്റ്റേജിലെ സംസാരവും കാര്യങ്ങളും എന്തിനാണ് ഉണ്ടായെന്ന് ഞാൻ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളുടെ അടുത്ത്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു ചേച്ചി,
ആ ചേച്ചിയും ഒരു മന്ത്രി സാറും കൂടെ ചില പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് ഭർത്താവ് നൈസായിട്ട് പൊക്കി. അവസാനം അത് വലിയൊരു വിവാദം പോലെ ആയി. അപ്പോഴാണ് അത് ഫേക്ക് ആണെന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ ആവശ്യമില്ലാത്ത ആരോപണങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നും പറഞ്ഞിട്ടാണ് ഇവർ ഈ പരിപാടി തുടങ്ങിയത്. അതിന് ഗസ്റ്റ് ആയിട്ട് ഈ പറയുന്ന റിനിയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പെണ്ണുങ്ങൾക്ക് നീതി മേടിച്ചു കൊടുക്കണം, അങ്ങനെയാണ് ഇപ്പം എന്താ പറയണ്ടേ, ഈ MLA മേഡത്തിനെ കുറിച്ച് ഇങ്ങനെ MLA മേഡം അല്ല, ഈ മേഡത്തിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെയാണ്. ഞാനത് കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾ ഊഹിച്ചെടുക്കാന്നേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. അതേ റിനി ഒരു ഡയലോഗ് അടിച്ചു, കേരളത്തിലെ ഏത് സ്ത്രീകൾക്ക് ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ കൂടെ നിൽക്കുമെന്ന് ഇവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഗണേഷ് കുമാറിന് ഒരു വൈഫ് ഉണ്ടായിരുന്നു, ആ വൈഫിനുണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മളെല്ലാവരും കണ്ടല്ലേ. റിനിയൊക്കെ എവിടെ പോയി? അങ്ങനെ പല കേസുകെട്ടുകളും ഉണ്ടായിരുന്നു ഇവിടുത്തെ സ്ത്രീകൾക്ക് പറ്റിക്കൊണ്ട്. ആ സമയത്തൊക്കെ റിനിയുടെ വായിൽ എന്തായിരുന്നേ? റിനിക്ക് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ കിട്ടി, റിനി നൈസായിട്ട് പോവുകയും ചെയ്തു. ഓക്കെ, ഇത് വിവാദമായതിനു ശേഷം റിനി വന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. പെൺ പ്രതിരോധം എന്ന പരിപാടി വിവിധ തുറകളിലുള്ള ആളുകളെ അവിടെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അത്തരം ഒരു പരിപാടി ആയതുകൊണ്ടാണ് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തത്. ഏത് സംഘടനയാണെങ്കിലും ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും അങ്ങനെ ഒരു പരിപാടിയിൽ ക്ഷണിച്ചാൽ, അത് ഏത് പാർട്ടിയാണെങ്കിലും അതിന്റെ ഭാഗമായി ഞാൻ സംസാരിക്കുകയും ചെയ്യും. അതിന് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമല്ല, അങ്ങനെ ഒരു ഉദ്ദേശവും എനിക്കില്ല എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ വ്യക്തമാക്കാനുള്ളത്. ഈ രീതിയിലാണ് എന്നെ പ്രൊവോക്ക് ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ, ഇതുപോലെയുള്ള ആളുകളെ വെള്ള പൂശി കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ, എനിക്ക് പല കാര്യങ്ങളും തുറന്നു പറയേണ്ടതായി വരും. നീ ഒരു കോപ്പും പറയത്തില്ല. ഇവൾ അവസാനം പേടിച്ചിപ്പോ ഒരു മൂലക്കിരിക്കുക. അല്ലെങ്കിൽ ഇവൾക്ക് പറയാമായിരുന്നല്ലോ, എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, പല നേതാക്കന്മാരുടെയും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല? ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് പുണ്യാളത്തിയാവാൻ നോക്കി. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ റെഡ്ഡിയുടെ കൂടെ നിന്ന്, മറ്റേന്റെ കൂടെ നിന്ന്, മർച്ചാന്റെ കൂടെ നിന്നെന്നും പറഞ്ഞിട്ടുള്ള രീതി. അത് വലിയ കാര്യമാണോ? ഒരു കാര്യമില്ല. ഇവരൊക്കെ നേതാക്കന്മാരാവുന്നത് നമ്മുടെ വോട്ട് കിട്ടിയിട്ടാണ്. അതും കൂടെ മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. എന്തായാലും റിനിയുടെ പോസ്റ്റ് കണ്ടില്ലേ, കോൺഗ്രസ്സുകാരല്ല ഇതൊന്നും ചെയ്തേ എന്നുള്ള രീതിയിൽ ആ കൂവി വിളിച്ചത്. ഒന്നാം തരം കോൺഗ്രസ്സുകാരനായിട്ട് ഇന്ന് തന്നെ നിന്റെ മുന്നിൽ നിന്ന് ഞാൻ സംസാരിക്കുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ആ പാർട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. നിന്നെ പോലുള്ളവന്മാരൊക്കെ വന്നിട്ട് തട്ടിക്കളിക്കാനുള്ളതല്ല. അതും കൂടെ ആലോചിച്ചാൽ നല്ലത്. കോൺഗ്രസ്സുകാർ തന്നെയാണ് ഈ സംസാരിക്കുന്നത് തന്നെ അങ്ങ് കൂട്ടിക്കൂ. പട്ടി വിലയുള്ള മോളെ നിനക്ക് പട്ടി വിലയുള്ളൂടെ. കാരണം എന്താ പറയാ, ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സമ്മാനം കിട്ടത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ.